What a fine innings. Waiting for the front for India. They got 3 points in this competition and they're in with 1983 ഏകദിന ലോകകപ്പ്. ഇന്ത്യ ക്രിക്കറ്റിൽ ഒന്നും അല്ലാതിരിക്കുന്ന ഒരു കാലം. വിൻഡീസ് എന്തായാലും കപ്പ് ഉയർത്തും എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകം. ആ വേൾഡ് കപ്പിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ ടീമും പറന്നിറങ്ങി. ഒരു പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നത് കപ്പ് ഉയർത്താനാണ്. ലോകം അവരെ പുച്ഛിച്ചു. BCCയിലെ വമ്പന്മാർ പോലും അവരെ കളിയാക്കി. 4ാം മത്സരം വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിൽ. 2 വേൾഡ് കപ്പിലായി ആകെ ഒരു ജയം മാത്രമുള്ള ഇന്ത്യയെ ആരും മുഖവിലക്കെടുത്തില്ല. ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങി. പേരുകേട്ട വിൻഡീസ് ബോളർ നിരയെ ഇന്ത്യ തലങ്ങും വിലങ്ങും അടിച്ചു. ബോളുകൾ നിലം തൊടാതെ പറന്നു. യശ്പാൽ ശർമ്മയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സിന്റെ കരുത്തിൽ ഇന്ത്യ 262. വെസ്റ്റ് ഇൻഡീസ് ബോളർ ടീമിന് അനായാസം എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു റൺ. അവർ ഇന്ത്യൻ ബോളർമാർക്കെതിരെ ബാറ്റിങ്ങിനിറങ്ങി. പക്ഷേ വിൻഡീസ് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല കളി ഇത്തരത്തിലാകുമെന്ന്. ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ വിൻഡീസിന്റെ ഓരോ ബാറ്റ്സ്മാൻമാരും അടിപതറി വീണു. എഴുതി തള്ളിയവർക്കും പുച്ഛിച്ചവർക്കും മേൽ ടീം ഇന്ത്യയുടെ ആധികാരിക വിജയം. വെസ്റ്റ് ഇൻഡീസ് 228 റൺസിന് ഓൾ ഔട്ട്. ക്രിക്കറ്റ് ലോകം ഞെട്ടി. ഇതായിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും ആദ്യത്തെ അട്ടിമറി. സിംബാബ്വേയോടും ഓസ്ട്രേലിയയോടും തോറ്റെങ്കിലും ഗ്രൂപ്പ് മത്സരത്തിലെ അവസാന മത്സരത്തിൽ വിജയിച്ച് ഇന്ത്യ സെമിയിലേക്ക്. സെമിയിൽ ഇന്ത്യയെ കാത്തിരുന്നത് ഇംഗ്ലണ്ടായിരുന്നു. മൈക്ക് ഗേറ്റിങ്ങും ഇയാൻ ബോധവും അടങ്ങിയ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ പതറി. അവർ 213 റൺസിന് ഓൾ ഔട്ടായി. കപിൽ ദേവിന് 3 വിക്കറ്റ്. യശ്പാൽ ശർമ്മയുടെയും സന്ദീപ് പാട്ടീലിന്റെയും അനായാസമായ ഇന്നിംഗ്സിൽ വിജയതീരത്തേക്ക്. എല്ലാവരാലും തഴയപ്പെട്ടിടത്തു നിന്നും അവഗണിക്കപ്പെട്ടിടത്തു നിന്നും ഇന്ത്യൻ ടീം ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് നടന്നു കയറുകയാണ്. 1983 ജൂൺ 25 ലോർഡ്സിലെ ഫൈനൽ വേദി. വീണ്ടും വിൻഡീസ് ഇന്ത്യ മത്സരം. ഒരു മത്സരം പോലുമില്ലാതെ വിൻഡീസ് ലോകകപ്പ് എടുക്കുമെന്ന് ക്രിക്കറ്റ് ലോകം ഉറപ്പിച്ചു. പത്രങ്ങളെല്ലാം വിൻഡീസ് ചാമ്പ്യന്മാരായി എന്ന തലക്കെട്ട് നേരത്തെ തന്നെ പ്രിന്റ് ചെയ്തു വെച്ചു. ടോസ് നേടിയ വിൻഡീസ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ഗവാസ്കറും ശ്രീകാന്തും പാഡടഞ്ഞ് ഗ്രൗണ്ടിലേക്ക്. പക്ഷേ ആൻഡി റോബർട്ട്സിന്റെയും മാൽക്കം മാർഷലിന്റെയും പന്തുകൾക്ക് മുന്നിൽ, അവരുടെ തീയുണ്ടകൾക്ക് മുന്നിൽ ടീം ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. വെറും 54 ഓവറിൽ 183 റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ടായി. ക്ലെയിം ലോയിഡും വിവ് റിച്ചാർഡ്സും അടങ്ങുന്ന വിൻഡീസ് താരനിരയ്ക്ക് ഒന്ന് തൊട്ടുകൂട്ടാൻ പോലുമില്ലാത്ത വിജയലക്ഷ്യം. അവർ മറുപടി ബാറ്റിംഗിന് ഇറങ്ങി. പക്ഷേ വിൻഡീസ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സ്കോർ ബോർഡ് 5-ൽ നിൽക്കെ വിൻഡീസിന്റെ ആദ്യ വിക്കറ്റ് വീണു. തൊട്ടു പിന്നാലെ 33 റൺസ് എടുത്തു നിന്ന വിവിയൻ റിച്ചാർഡ്സിനെ മദൻലാൽ കപിൽ ദേവിന്റെ കൈകളിൽ എത്തിച്ചു. അത്രയും നേരം ആർത്തുല്ലസിച്ച് നിന്നിരുന്ന കരീബിയൻ ആരാധകർക്ക് നെഞ്ചുലയുന്ന കാഴ്ചയായിരുന്നു. കരീബിയൻ കരുത്ത് മെല്ലെ ചോർന്നു തുടങ്ങി. പിന്നാലെ വന്നവർക്കൊന്നും ഇന്ത്യൻ ബോളിംഗ് നിരക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. 3 വിക്കറ്റ് വീതമെടുത്ത മൊഹീന്ദ്ര അമർനാഥും മദൻലാലും ചേർന്ന് പേരുകേട്ട വിൻഡീസ് ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടി. വെറും 140 റൺസ്. കപിലിന്റെ കുട്ടികൾ ലോർഡ്സിന്റെ ഗാലറിയിൽ കയറി നിന്ന് അവരുടെ ആദ്യ ലോകകപ്പ് ഏറ്റുവാങ്ങി. ഇംഗ്ലീഷുകാരന്റെ ചൊൽപ്പടിയിൽ ജീവിക്കേണ്ടി വന്ന ഒരു ജനതയ്ക്ക് ഇതിൽ പരം എന്തു വേണം സന്തോഷിക്കാൻ. തെരുവുകളിൽ അവർ ആഹ്ലാദ നൃത്തം ചവിട്ടി. പതിയെ ക്രിക്കറ്റ് എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമായി മാറുകയാണ്. നൂറ്റാണ്ടിന്റെ ടീം എന്നായിരുന്നു വിസ്ഡൻ അന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിശേഷിപ്പിച്ചത്. കാലം മാറി. കാലത്തിനനുസരിച്ച് ലോകകപ്പിന്റെ കോലവും മാറി. തൂവെള്ള കുപ്പായത്തിൽ നിന്നും നിറങ്ങളണിഞ്ഞ ജേഴ്സിയിലേക്കുള്ള കളമാറ്റി ചവിട്ടലായിരുന്നു പിന്നീട് കണ്ടത്. വർഷം 2003. ലോക ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് എതിരാളികളില്ലാതിരിക്കുന്ന കാലം. സെവാഗും ഹർഭജനും യുവരാജും അടങ്ങുന്ന പുതിയ നിരയുമായി ക്യാപ്റ്റൻ ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ലോകകപ്പിൽ. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 125 റൺസിന് ഓൾ ഔട്ടായി. തോൽവി, നാണംകെട്ട തുടക്കം. ആ മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ ഗാംഗുലി വിപ്ലവകരമായൊരു തീരുമാനമെടുക്കുന്നു. സച്ചിനൊപ്പം സെവാഗ് ഓപ്പൺ ചെയ്യട്ടെ. പിന്നീടുള്ള മത്സരങ്ങളിൽ സിംബാബ്വേയെയും ഇംഗ്ലണ്ടിനെയും പാകിസ്ഥാനെയും തകർത്ത് ഇന്ത്യ സെമിയിലേക്ക്. പാകിസ്ഥാനെതിരെ സച്ചിൻ നേടിയ 98 റൺ ലോകകപ്പിലെ തന്നെ മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു. സെമിയിൽ സർപ്രൈസ് പാക്കേജ് ആയിരുന്ന നമീബിയയായിരുന്നു ഇന്ത്യയുടെ എതിരാളി. സച്ചിനും ഗാംഗുലിക്കും സെഞ്ചുറി. ഒരു മത്സരം പോലും കാഴ്ചവെക്കാനില്ലാതെ നമീബിയ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. ആദ്യ ലോകകപ്പ് നേടി 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ. വിവാദ ചുഴിയിലകപ്പെട്ട ഇന്ത്യൻ ടീമിന് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഫൈനൽ മത്സരം. എതിരാളികൾ ശക്തരായ ഓസ്ട്രേലിയ. ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിന് അയച്ചു.
റിക്കി പോണ്ടിംഗ് എന്ന ഓസീസ് നായകൻ ഇന്ത്യയെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. സ്കോർ 2 വിക്കറ്റിന് 359. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് തൊട്ടതെല്ലാം പിഴച്ചു. 234 റൺസിന് ഇന്ത്യൻ ബാറ്റർമാരെല്ലാം കൂടാരം കയറി. ആ ഇന്നിംഗ്സിൽ വീരേന്ദർ സെവാങ്ങിന്റെ 83 റൺസ് മാത്രം എക്കാലവും ഓർമ്മിക്കപ്പെടും. മറ്റൊരു ലോകകപ്പ് കിരീടമെന്ന ഇന്ത്യൻ സ്വപ്നം അവസാന ലാപ്പിൽ തകർന്നു. കഥ മാറി. ഗാംഗുലിയും ദ്രാവിഡും അടക്കമുള്ള ഇതിഹാസങ്ങൾ പാടഴിച്ചു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന് പുറകിൽ കോഹ്ലിയും ഗംഭീറും യുവരാജും അടങ്ങുന്ന താരനിര അണിനിരന്നു. വർഷം 2011 ഏപ്രിൽ 2. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. മറ്റൊരു ലോകകപ്പ് ഫൈനൽ. ഇന്ത്യയും ശ്രീലങ്കയും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ മഹേള ജയവർദ്ധന എന്ന ശ്രീലങ്കൻ താരം മിന്നുന്ന ഫോമിലായിരുന്നു. ഇന്ത്യൻ ബൗളർമാരെല്ലാം അയാളുടെ ബാറ്റിന്റെ ചൂടറും. ശ്രീലങ്കൻ സ്കോർ 50 ഓവറിൽ 274. തിരിച്ചടിക്കാനിറങ്ങിയ ഇന്ത്യക്ക് 2-ാം പന്തിൽ വീരേന്ദർ സെവാങ്ങിന് നഷ്ടമാകും. സച്ചിനും വൈകാതെ മടങ്ങി. പിന്നീട് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ അതിമനോഹരമായ ഒരു ഇന്നിംഗ്സിനായി. 3-ാമനായി ഇറങ്ങിയ ഗംഭീർ ഇന്ത്യയെ ചുവലിലേറ്റി. സ്കോർ 114 നിൽക്കുമ്പോൾ കോഹ്ലി ദിൽഷന് മുന്നിൽ വീണു. ഫോം ഔട്ടായിരുന്ന ധോണി യുവരാജിന് മുന്നേ ഗ്രൗണ്ടിലേക്ക്. അടുത്ത വിക്കറ്റും ഇപ്പോൾ വീഴും എന്ന് കളി കണ്ടിരുന്നവരെല്ലാം ഉറപ്പിച്ചു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. ഗംഭീറും ധോണിയും പതറാതെ ബാറ്റ് ചെയ്തു. സ്കോർ 223 നിൽക്കുമ്പോൾ ഗംഭീറിന്റെ വീരോചിത ഇന്നിംഗ്സ് അവസാനിച്ചു. ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരക്കടുപ്പിച്ച് അയാൾ മടങ്ങുമ്പോൾ അയാളുടെ വ്യക്തിഗത സ്കോർ 97 റൺസ്. യുവരാജ് വന്നു. ധോണി കൊടുങ്കാറ്റായി. അവസാന 2 ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 4 റൺസ്. 48-ാം ഓവർ. മഹേന്ദ്ര സിംഗ് ധോണി ഓൺ സ്ട്രൈക്ക്. നുവാൻ കുലശേഖരയുടെ 2-ാം പന്തിനെ ധോണി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തൂക്കിയടിച്ചു. ഉയർന്നു പൊങ്ങിയ പന്ത് വാങ്കഡെ ഗാലറിയിലെ 244-ാം സീറ്റിലേക്ക് മൂളിപ്പറന്നു. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ലോക കിരീടം. Finishes off in style. A magnificent strike into the crowd. India lift the World Cup. After 28 years, the parties start in the dressing room. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന ലെജൻഡറി ക്രിക്കറ്റർ സുവർണ നേട്ടത്തോടെ കളി മതിയാക്കി. ധോണി എന്ന ക്യാപ്റ്റൻ ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് നടന്നു കയറി. ട്യൂമർ ഉള്ളിൽ വെച്ച് കളിച്ച യുവരാജ് സിംഗ് ആരാധകർക്കിടയിലെ വീരപുരുഷനായി. അങ്ങനെ ക്രിക്കറ്റ് ഇന്ത്യൻ ജനതയുടെ ജീവശ്വാസമായി മാറി. 2023 മറ്റൊരു ലോകകപ്പ് കാലം. ഒന്നുമല്ലാതിരുന്നിടത്തു നിന്നും ഇന്ത്യ ഇന്ന് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും 1-ാമതാണ്. ലോകകപ്പിലെ ഫേവറിറ്റുകൾ. രോഹിത്തിനും സംഘത്തിനും മറ്റൊരു ലോക കിരീടം ഇന്ത്യയിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു.